ഒരു മനുഷ്യൻ വളരെ ദുഃഖത്തോടെ ഒരു മൈതാനത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരു മനുഷ്യൻ വന്നിരുന്നു. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യമെന്തെന്ന് അദ്ദേഹം അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ദരിദ്രനാണ്, എനിക്ക് ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കാനാണ് വിധി. ഇത് കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 കൈയില്ലേ, 2 കാലില്ലേ, കണ്ണുകളില്ലേ? താങ്കളുടെ ശരീരത്തിനുള്ളിൽ എത്രയോ അത്ഭുതപ്പെടുത്തുന്ന, അതിശയപ്പെടുത്തുന്ന എത്രയോ നാഡികൾ, അവയിൽ കൂടി സഞ്ചരിക്കുന്ന എത്രയോ രാസപ്രവർത്തനങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള താങ്കൾ എങ്ങനെയാ ഒന്നുമില്ലാതെ ദരിദ്രനാകുന്നത്? ഇവയിൽ കൂടുതൽ വിലപിടിപ്പുള്ളത് എന്ത് കാര്യമാണ് ഈ ലോകത്തുള്ളത്? ആ മനുഷ്യൻ തുടർന്നു, ഒരു മനുഷ്യൻ ദരിദ്രനാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ്. ധാരാളം സമ്പത്തുള്ള ആൾക്കാർ മറ്റു പല കാര്യങ്ങളിലും ദരിദ്രരായിരിക്കും. അവർക്ക് ചിലപ്പോൾ പണമുണ്ടെങ്കിൽ കൂടി സമാധാനം കാണണമെന്നില്ല, അവർ അതിൽ ദരിദ്രരാണ്. ചിലപ്പോൾ ചിലർക്ക് പണം കുറവെങ്കിലും സമാധാനം കാണും, അവർ അതിൽ സമ്പന്നരുമാണ്. പണം മാത്രം വിലയിരുത്തി ഒരാൾ ദരിദ്രനോ സമ്പന്നനോ ആകുന്നില്ല. അവരുടെ കാഴ്ചപ്പാടാണ് ഒരാളെ ദരിദ്രനും സമ്പന്നനും ആക്കുന്നത്. നിനക്ക് പണത്തിലാണ് കുറവ് എങ്കിൽ അത് നികത്താൻ ലോകത്ത് എന്തെല്ലാം സാധ്യതകളുണ്ട്? അതെന്താണെന്ന് സ്വയം ആലോചിക്കുക. അപ്പോൾ അതിനുള്ള വഴിയും തെളിയും. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഈ ലോകത്തില്ല, അത് കണ്ടെത്തുന്നതാണ് ഒരാളുടെ കഴിവ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിലേക്കല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്, അതിന് പരിഹാരം എവിടെ കിട്ടും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ നടന്നകന്നു. ദുഃഖിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു പുത്തൻ ഉണർവോടുകൂടി സന്തോഷത്തോടു കൂടി പോയി. നമ്മളും പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും, എന്നാൽ പകരം അതിന് പരിഹാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള വഴിയും തെളിയും. നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരേണ്ടത്. താങ്ക് യു.